യെസ്, അങ്ങനെ നമ്മൾ പൂരനഗരിയിൽ തന്നെ കലോത്സവ വിശേഷങ്ങളാകും കൂടുതലും പുത്തൻ പുലരിയിൽ ഉണ്ടാവുക. തൃശ്ശൂർ അല്ലെങ്കിൽ തന്നെ പൂരങ്ങളുടെ നാടാണ്, ഉത്സവങ്ങളുടെ നാടാണ്. അവർ എത്രമാത്രം പ്രാധാന്യത്തോടെ ഉത്സവങ്ങൾക്ക് ഇന്നലെ അക്ഷരാർത്ഥത്തിൽ ഈ കലോത്സവ നഗരി ഒരു മിനി പൂരത്തിന്റെ വൈബായിരുന്നു. ഈ കലോത്സവം മുഴുവൻ രാവിലെ ഇലഞ്ഞിത്തറ മേളം, പാണ്ടിമേളം, ഒപ്പം കുടമാറ്റം, കലോത്സവത്തിന്റെ കുടമാറ്റം, ഭരതനാട്യം, അങ്ങനെ ജനപ്രിയ ഐറ്റങ്ങളായിരുന്നു ഇന്നലെയും ഉണ്ടായിരുന്നത്. അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, പ്രേക്ഷകർ ഇന്നലെ ഏറ്റവും സമാധാനപരമായിട്ടായിരുന്നു ഈ കലോത്സവത്തിലെ മത്സര ഐറ്റങ്ങളൊക്കെ കടന്നുപോയത്. ഒരു പ്രശ്നമോ മറ്റൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നുള്ളത്. ഉത്സവമാണല്ലോ. രക്ഷാകർത്താക്കളും നാട്ടുകാരും കലാസ്വാദകരും ഒക്കെ ഇതിനെ വീക്ഷിക്കേണ്ടത് ഉത്സവമായി തന്നെയാകണം. നമ്മളെപ്പോഴും എടുത്തു പറയേണ്ട ഒരു കാര്യം, 17,000 കുട്ടികൾ വരുന്നു, അവരുടെ രക്ഷാകർത്താക്കൾ വരുന്നു, ഈ നഗരിയിലെ മുഴുവൻ ജനങ്ങളും ഇവിടേക്ക് ഒഴുകിയെത്തുന്നു. ഇത് കാണാൻ പലയിടങ്ങളിൽ നിന്ന്, വിദേശത്ത് നിന്ന് പോലും ഏഷ്യയിലെ ഏറ്റവും വലിയ കലോത്സവം കാണാൻ ആളുകൾ എത്തുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും അവരൊക്കെയും ഇവിടെ എത്തിച്ചേരുന്നത് ഇതൊരു മഹോത്സവമാണ് എന്ന തിരിച്ചറിവിലാണ്. ആസ്വദിക്കേണ്ട നിമിഷങ്ങൾ. ഇപ്പോൾ പിന്നെ നവമാധ്യമങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന യുവാക്കളൊക്കെ ചേർന്ന് റീൽസ് ചിത്രീകരണം, അങ്ങനെ എല്ലാ അർത്ഥത്തിലും ദൃശ്യങ്ങൾ ഒപ്പിയെടുക്കുന്ന തിരക്കിൽ കൂടിയാണ്. അപ്പോൾ അങ്ങനെ ഒരു ദൃശ്യങ്ങളുടെ കലോത്സവമായി ഇത് മാറുകയാണ്. അപ്പോൾ സ്വാഭാവികമായും എല്ലാവരും ഒരുമിച്ച് നിൽക്കണം, പരമാവധി വിവാദങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കണം. പക്ഷേ കൃഷ്ണരാജ്, അപ്പോഴും ഇന്നലെ ഉദ്ഘാടനം അല്പം വൈകി. അതിനുശേഷം പിന്നീട് നടന്ന പരിപാടികളൊക്കെ ഏറെ വൈകുന്ന ഒരു സാഹചര്യമുണ്ട്. അതൊഴിച്ചാൽ മറ്റു പ്രശ്നങ്ങൾ, ഇന്നലെ കഥാപ്രസംഗമടക്കം 4 മണിക്ക് തുടങ്ങേണ്ട കഥാപ്രസംഗമായിരുന്നു. അത് ഏറെ 3 മണിക്കൂറൊക്കെ വൈകി 7 മണിക്ക് ശേഷം തുടങ്ങി. അതിനുശേഷം 10 കഴിഞ്ഞു 11 മണി 11:30 ആയതിനു ശേഷമായിരുന്നു ഈ മത്സരം അവസാനിച്ചത്. അതൊഴിച്ചാൽ ഇന്നലെ കലോത്സവം അക്ഷരാർത്ഥത്തിൽ കളർഫുൾ ആയിരുന്നു. കലോത്സവം എന്നല്ല, കളറോത്സവം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ഇന്നും വിവിധ വേദികളിൽ മത്സരമുണ്ട്. ഇന്നൊരു പ്രത്യേകതയുണ്ട്. 25 വേദികളിലും മത്സരം നടക്കുന്ന 2 ദിവസങ്ങളിൽ ഒന്ന് ഇന്നത്തേതാണ്. അതായത് സൂര്യകാന്തി, പ്രധാന വേദിയായ സൂര്യകാന്തി മുതൽ 25ാമത്തെ വേദിയായ ചെണ്ടുമല്ലി വരെ ഇന്ന് മത്സരങ്ങൾ നടക്കും. ഈ ചെണ്ടുമല്ലിയിൽ നടക്കുന്നത് അതൊരു ഗ്രൗണ്ടാണ്, അവിടെ ബാൻഡ് മേള മത്സരമാണ് നടക്കുക. അപ്പോൾ 25 വേദികളിൽ പരിപാടികൾ നടക്കുന്ന ഒരു ദിവസം എന്ന പ്രത്യേകത ഇന്നത്തെ ഉണ്ട്. നമുക്ക് എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട ഇനങ്ങൾ എന്ന് നോക്കാം. നമുക്ക് മിഥുൻ അയ്യപ്പനിലേക്ക് പോകാം. മിഥുൻ അയ്യപ്പൻ പൂരനഗരിയിലെ ഇടത്ത് തയ്യാറാണ്. മിഥുൻ, കേൾക്കാമെങ്കിൽ എന്തൊക്കെയാണ് ഇന്നത്തെ പ്രധാന മത്സര ഇനങ്ങൾ? കൂടുതൽ പേർ ഒഴുകിയെത്താൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ആകർഷണീയ ഇനങ്ങൾ ഏതൊക്കെയാണ്? കൃഷ്ണാജ്, വെരി ഗുഡ് മോർണിംഗ്. കലോത്സവത്തിൻ്റെ ആ ആവേശത്തിൽ അങ്ങനെ തൃശ്ശൂർ പേരൂരെല്ലാം ഇങ്ങനെ മുഴുകിക്കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും മനോഹരമായ ഇവൻറ്റുകളാൽ സജീവമായിരുന്നു പൂരനഗരി. ആ പൂരനഗരിയിൽ മറ്റൊരു കുട്ടിപ്പൂരം തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം അരങ്ങേറിയത്. പൂരത്തിൻ്റെ ഓർമ്മകൾ അല്ലെങ്കിൽ പൂരത്തിൻ്റെ ആ ഒരു സ്മരണകൾ ഇങ്ങനെ ധ്വനിപ്പിക്കുന്ന തരത്തിലുള്ള ചടങ്ങുകൾ മാത്രമല്ല, കലോത്സവത്തിലെ ഓരോ ഇനങ്ങളും ഒരു പൂരത്തിൻ്റെ അതേ ആവേശത്തോട് തന്നെയാണ് തൃശ്ശൂർ പേരൂരുകാർ ഈ വടക്കുന്നാഥ ക്ഷേത്ര മൈതാനിയിൽ നടക്കുന്ന ഈ കലോത്സവം 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തെ വരവേറ്റത്. ഇന്നലെ എല്ലാ വേദികളും സജീവമായിരുന്നു എന്നുള്ളതാണ്. ഈ പ്രധാന വേദി എന്ന് പറയുന്നത് അത്രയും അധികം ആളുകളെ ഉൾക്കൊള്ളുന്ന വേദിയാണ്. എനിക്ക് പുറകിൽ കാണുന്ന ഈ സൂര്യകാന്തി എന്ന് പറയുന്ന ഈ വേദി മുഴുവൻ കഴിഞ്ഞ ദിവസം ഏറ്റവും അവസാനത്തെ കുട്ടി വരെ പ്രകടനം കാഴ്ചവെക്കുന്ന സമയത്ത് പോലും അതിശക്തമായിട്ടുള്ള അതിശക്തമായിട്ടുള്ള ഈ ആസ്വാദകരുടെ വലിയ രീതിയിലുള്ള ഒരു സാന്നിധ്യം ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ട ഒന്ന്. അവിടെ സംഘനൃത്തവും എല്ലാമാണ് ഇന്നലെ അരങ്ങേറിയത്. ഏറ്റവും ഒരു ഗ്ലാമർ ഇനമാണ് കലോത്സവത്തിലെ സംഘനൃത്തം എന്ന് പറയുന്നത്. ഇന്നും അവിടെ ഈ പ്രധാന വേദിയിൽ നടക്കുന്നത് ഭരതനാട്യം രാവിലെയും ഉച്ചയ്ക്ക് 2 മണിക്ക് തിരുവാതിരക്കളിയാണ്. അതുപോലെ തന്നെ വേദി 2 തേക്കിൻകാട് മൈതാനത്ത് തന്നെയുള്ള വേദി 2-ൽ നാടോടി നൃത്തം രാവിലെയും ഉച്ചയ്ക്ക് 2 മണിക്ക് ഒപ്പനയും നടക്കുന്നു എന്നുള്ളതാണ്. ഒപ്പനയ്ക്കൊക്കെ നിരവധി ആളുകൾ എത്തുന്ന ഇടമാണ്. മലബാർ മേഖലയിൽ നിന്നുള്ള ആളുകൾ ഇരച്ചെത്തി ഒപ്പനയ്ക്ക് വളരെ വലിയ ആവേശം നൽകുന്ന, കാണികൾക്ക് പോലും ആവേശം നിറയുന്ന കാഴ്ച തന്നെയാണ് ഒപ്പന വേദികളെല്ലാം കഴിഞ്ഞ കലോത്സവ വേദികളിലെല്ലാം ഉണ്ടായത്. മംഗലം കളി എന്ന് കേട്ടിട്ടുണ്ടോ കൃഷ്ണരാജ്? അതുപോലെ തന്നെ അനഘ, ഇന്ന് മംഗലം കളി അരങ്ങേറുന്ന ദിവസമാണ്. അത് ഒരു ഗോത്രകല നൃത്തരൂപമാണ്. അത് ഈ കല്യാണ സമയത്ത് ആദിവാസികൾ, അതായത് ഇത്തരത്തിൽ മലവേടരും അതുപോലെയുള്ള വിഭാഗങ്ങൾ, ഗോത്രവിഭാഗങ്ങൾ കളിക്കുന്ന ഒരു കളിയാണ്. കഴിഞ്ഞ ദിവസം പണിയ നൃത്തമായിരുന്നു വേദി 3-ൽ അരങ്ങേറിയത്, നീലക്കുറിഞ്ഞ് എന്ന് പേരിട്ട വേദി 3-ൽ. ഇന്ന് ആ നീലക്കുറിഞ്ഞ് പേരിട്ട വേദി 3-ൽ മംഗലം കളി അരങ്ങേറുന്നു. ഗോത്രകലകൾ കലോത്സവത്തിനെത്തി 2ാം വർഷമാണ്. അത് വലിയ രീതിയിലുള്ള പ്രചാരത്തിൽ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുന്നത്. അതുപോലെ തന്നെ വേദി 4-ൽ മിമിക്രി. കഴിഞ്ഞ ദിവസം കൃഷ്ണരാജേട്ടൻ പോകണമെന്ന് ആഗ്രഹിച്ച
കാണണമെന്ന് ആഗ്രഹിച്ച ഒരു കലാരൂപമായിരുന്നു മിമിക്രി. ആസ്വദിക്കണമെന്ന് ആഗ്രഹിച്ച വേദിയായിരുന്നു മിമിക്രി വേദി. ഇന്നും മിമിക്രി വേദി ഉണ്ട്. കഴിഞ്ഞ ദിവസം കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇന്ന് പോകാൻ കൃഷ്ണേട്ടാ. ഇന്ന് വേദി 4-ൽ ടൗൺ ഹാളിൽ നടക്കുകയാണ് മിമിക്രി ഹൈസ്കൂൾ വിഭാഗം ഗേൾസിൻ്റെയും ബോയ്സിൻ്റെയും മിമിക്രിയാണ്. അവിടെ 2 മണിയോടുകൂടി ആ പരിപാടികൾ മിമിക്രി പൂർത്തിയായതിനു ശേഷം മോഹിനിയാട്ടം അവിടെ ആരംഭിക്കും. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഇനമാണ് മൂകാഭിനയം. ആ മൂകാഭിനയം വേദി 5-ൽ നടക്കുന്നുണ്ട്. കേരള നടനം വേദി 6-ൽ, പൂരക്കളിയും കേരള നടനവും വേദി 6-ൽ നടക്കുന്നു. ലളിതഗാന മത്സരവും സംഘഗാന മത്സരവും വേദി 7-ൽ, തുള്ളൽ മത്സരങ്ങൾ വേദി 8-ൽ നടക്കുന്നു. സാഹിത്യ അക്കാദമിയിലാണ്. സംസ്കൃതോത്സവത്തിൻ്റെ ഭാഗമായുള്ള കൂടിയാട്ടം നടക്കുന്നത് വേദി 9-ലാണ്. കഥാപ്രസംഗം അഷ്ടപതി വേദി 10-ൽ നടക്കുന്നു. നാടകം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. സാമൂഹ്യ പ്രസക്തമായിട്ടുള്ള വിഷയങ്ങൾ അതിനൂതനമായ രീതിയിൽ അവതരിപ്പിക്കുന്ന ഒന്നാണ് നാടകവേദി. കലോത്സവ നഗരിയിലെ നാടക മത്സരങ്ങൾ എന്ന് പറയുന്നത് എക്കാലത്തെയും കാലത്തിൻ്റെ പ്രതിഫലനമാകാറുണ്ട്. പുതിയ സാങ്കേതിക വിദ്യയുടെ പ്രതിഫലനമാകാറുണ്ട്. പുത്തൻ പരീക്ഷണങ്ങളുടെ ഒരു വിളനിലമാണ് കലോത്സവ വേദിയിലെ നാടകവേദി എന്ന് പറയുന്നത്. അത് അമ്പരപ്പിക്കുന്ന അഭിനേതാക്കളും അമ്പരപ്പിക്കുന്ന ആർട്ട് വർക്കും എല്ലാം കാണണമെങ്കിൽ നാടകവേദി കാണണമെന്ന് തന്നെ പറയാം. ആ നാടകം 11 നടക്കുന്നു. കാർഡിയൻ സിറിയൽ സ്കൂളിലാണ് വേദി 11 നടക്കുന്നു. അങ്ങനെ വളരെ സവിശേഷമായിട്ടുള്ള മത്സരങ്ങളെല്ലാം തന്നെ നടക്കുന്നുണ്ട്. ദഫ്മുട്ട് നടക്കുന്നുണ്ട് വേദി 14-ൽ. ചെണ്ടമേളം നടക്കുന്നു ഹോളി ഫാമിലി GHSS വേദി 5-ൽ. അതുപോലെ തന്നെ അത്തരത്തിൽ മദ്ദള മത്സരം നടക്കുന്നുണ്ട് വേദി 18-ൽ. പ്രസംഗ മത്സരങ്ങൾ വേദി 20-ൽ നടക്കുന്നു. മറ്റ് രചനാ മത്സരങ്ങളെല്ലാം തന്നെ മറ്റ് 20, 21, 22, 23 വേദികളിലെല്ലാമാണ് നടക്കുന്നത്. ഇനി മറ്റൊരു കാര്യം കൂടി പരിശോധിക്കാം കൃഷ്ണരാജ്. നമുക്കറിയാം കലോത്സവത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ആര് കപ്പ് നേടുമെന്നുള്ള ഒരാകാംക്ഷ. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആകാംക്ഷ തന്നെയാണ്. 1-ാം ദിവസം പൂർത്തിയായി നിൽക്കുമ്പോൾ ആര് കപ്പ് നേടുമെന്നുള്ള പ്രവചനത്തിലേക്ക് കടക്കുന്നത് കുറച്ച് അതിര് കടന്ന പ്രവൃത്തിയാണെങ്കിൽ പോലും നമുക്ക് പോയിന്റ് നില പരിശോധിക്കേണ്ടത് അനിവാര്യമാണ് എന്ന് കരുതുന്നു. ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് കണ്ണൂർ ജില്ലയാണ്. 250 പോയിന്റ് നേടിയിരിക്കുകയാണ് കണ്ണൂർ ജില്ല. രണ്ടാമത് തൊട്ടു പുറകിലുള്ളത് കോഴിക്കോട് ജില്ലയാണ്. 248 പോയിന്റുകളാണ് കോഴിക്കോട് ജില്ല നേടിയിരിക്കുന്നത്. തൃശ്ശൂർ ജില്ല, നമ്മൾ ആതിഥേയരായിട്ടുള്ള തൃശ്ശൂർ ജില്ല ആദ്യത്തെ ദിവസം ഇച്ചിരി പുറകിലാണ്, പക്ഷേ 3-ാം സ്ഥാനത്തുണ്ട് കേട്ടോ. തൃശ്ശൂർ ജില്ല 246 പോയിന്റുകൾ നേടി എൻ്റെ ജില്ല എത്തി നിൽക്കുന്നു. വൈകാതെ തന്നെ ഇന്നത്തെ ആ പോരാട്ടം പൂർത്തിയാക്കുമ്പോൾ അതിശക്തമായിട്ടുള്ള മത്സരങ്ങളിലെല്ലാം വിജയിച്ച് വെന്നിക്കൊടി പാറിച്ച് അവർ തീർച്ചയായും 1-ാം സ്ഥാനത്തേക്ക് എത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ഇത്തവണ കഴിഞ്ഞ തവണ നേടിയ തിരുവനന്തപുരത്ത് നിന്ന് തലസ്ഥാനത്ത് നിന്ന് സാംസ്കാരിക തലസ്ഥാനത്തേക്ക് എത്തിച്ച ആ സ്വർണ്ണ കപ്പ് തീർച്ചയായും വിട്ടുകൊടുക്കുന്നില്ല എന്നുള്ള ഒരു ആവേശത്തിൽ തന്നെയാണ് തൃശ്ശൂർകാരുള്ളത്. എല്ലാം എടുത്ത് ശീലിച്ചവരാണ് ഇപ്പോൾ തൃശ്ശൂർകാർ. അപ്പോൾ അതുകൊണ്ട് ഇത്തവണ സ്വർണ്ണ കപ്പും ഇത്തവണ എടുക്കുമെന്നുള്ളത് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അപ്പോൾ 3-ാം സ്ഥാനത്ത് ഇപ്പോൾ തൃശ്ശൂർ മുന്നിട്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെ ഇന്നത്തെ പോയിന്റ് നില കൂടി വരുമ്പോൾ ആരാണ് സ്വർണ്ണക്കപ്പിലേക്കുള്ള അവസാനവട്ട പോരാട്ടത്തിലേക്ക് കടക്കുന്നത് എന്നുള്ളത് ഒരു കൃത്യമായിട്ടുള്ള ഒരു വിവരത്തിലേക്ക് എത്താൻ സാധിക്കുമെന്നുള്ളതാണ്. അങ്ങനെ തൃശ്ശൂർ പേരൂരിൽ ചുണക്കുട്ടികൾ ഇങ്ങനെ അവരുടെ കലാപ്രകടനങ്ങൾ കൊണ്ട് മറ്റൊരു പൂരത്തിൻ്റെ കുടമാറ്റവും വെടിക്കെട്ടും എല്ലാം തീർത്തുകൊണ്ടിരിക്കുകയാണ്. ഈ 2-ാം ദിനവും അതിമനോഹരമായിട്ടുള്ള നമ്മളെല്ലാം കണ്ണഞ്ചിപ്പിക്കുന്ന തരത്തിലുള്ള കലാപ്രകടനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല കൃഷ്ണരാജ്.